വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ 5 LED ബൾബുകൾ, 100 ഓമിൻ്റെ റെസിസ്റ്റർ, 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കണക്ടർ, പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട കുറച്ച് വയറ്, പിന്നെ ഒരു PVC കോൺഡ്യൂട്ട് പൈപ്പ് 20 mm ഒരു PVC കോൺഡ്യൂട്ട് പൈപ്പ്. അത് നമുക്ക് ടാങ്കിനുള്ളിൽ ഇറക്കി വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആവശ്യത്തിന് നീളത്തിൽ എടുക്കുക. പിന്നെ നമുക്ക് LED ഫിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ്. ഇപ്പോൾ ഒരു LED ബൾബിൻ്റെ നീളം കൂടിയ ആയിരിക്കും അതിൻ്റെ പോസിറ്റീവ്, നീളം കുറഞ്ഞ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പേപ്പറിൽ ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് എന്ന 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ആ പേപ്പറിൽ കോമ്പസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ച് ആ LED പിന്നുകൾ ഇറങ്ങാവുന്ന രീതിയിൽ 2 ദ്വാരം ഇടുക. അതിനുശേഷം ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവും ഒരേ രീതിയിൽ തന്നെ എല്ലാ ബൾബുകളും വരുന്ന രീതിയിൽ എല്ലാ LED ബൾബുകളും കൃത്യമായിട്ട് വീഡിയോ കാണുന്ന പോലെ അടുക്കി വയ്ക്കുക. അതിനുശേഷം LED ബൾബുകളുടെ നീളം കൂടിയ ലൈന് വലത്ത് ഭാഗത്തോട്ട് എല്ലാ LED ബൾബിൻ്റെയും മടക്കി വയ്ക്കുക. അതിനുശേഷം ന്യൂട്രൽ ലൈനുകളെല്ലാം ഒരുമിച്ച് ഒറ്റ ലൈനിൽ വരാൻ വേണ്ടി വീഡിയോ കാണുന്നത് പോലെ താഴേക്കും മറ്റേ LED ന്യൂട്രൽ ലൈനിലേക്ക് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം വീഡിയോ കാണുന്നത് പോലെ കൃത്യമായിട്ട് ആ ജോയിൻറ്റുകൾ തമ്മിൽ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ 100 ഓം റെസിസ്റ്റർ വലതു ഭാഗത്തേക്ക് നമ്മൾ മടക്കി വെച്ചിരുന്ന ആ ലീഡിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ 5 ലീഡുകളിലും കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കോൺഡ്യൂട്ട് പൈപ്പിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇൻഡിക്കേറ്ററുകൾ കൊടുക്കേണ്ടത്, നമ്മൾ 5 ബൾബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം PVC കോൺഡ്യൂട്ട് പൈപ്പിൽ ഇപ്പം വീഡിയോ കാണുന്നത് പോലെ 5 ഭാഗങ്ങളിലായിട്ട് അതിൻ്റെ ഒരു വയർ കഷ്ണം ഇതുപോലെ കോൺഡ്യൂട്ട് പൈപ്പിൽ ടേപ്പ് ചെയ്യുക. അഞ്ചെണ്ണം ടേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ LED പാനലിലേക്ക് നമ്മുടെ റെസിസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് ഓരോന്നിനും ഏറ്റവും അടിഭാഗത്തായി നമ്മൾ ടേപ്പ് ചെയ്തിരുന്ന, അതായത് കോൺഡ്യൂട്ട് പൈപ്പിൽ ഏറ്റവും അടിയിൽ വെച്ചിരുന്ന ആ വയറിൻ്റെ കണക്ഷൻ ഏറ്റവും അവസാന ബൾബിലേക്ക് കൊടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ ബൾബിലും കൊടുത്ത് ഇതുപോലെ എല്ലാ LEDയും റെസിസ്റ്ററും ആ വയറും തമ്മിൽ കൃത്യമായി സോൾഡർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ ന്യൂട്രൽ ലൈനിലോട്ട്, അതായത് നെഗറ്റീവ് സൈഡിൽ ബൾബിൻ്റെ എല്ലാം നെഗറ്റീവ് കൊടുത്തിരിക്കുന്ന ആ സൈഡിലേക്ക് നമ്മുടെ 9 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ടർ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ PVC കോൺട്രാക്ട് പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഒരു നീളമുള്ള കമ്പിയോ അല്ലെങ്കിൽ ഏറ്റവും അടി വരെ എത്തുന്ന ഒരു വയർ കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് ഒരു കോപ്പർ കമ്പിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കോപ്പർ കമ്പി PVC കോൺട്രാക്ട് പൈപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്തായി മടക്കി വയ്ക്കുകയാണ്. ഏറ്റവും അടിയിൽ ചെല്ലുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കോപ്പർ കമ്പിയിലേക്ക് നമ്മുടെ 9 വോൾട്ട് ബാറ്ററി കണക്ടറിൻ്റെ പോസിറ്റീവ് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ആ കോപ്പർ കമ്പിയുടെ ഏറ്റവും അറ്റഭാഗത്തായിട്ട് മടക്കി നമ്മുടെ പേപ്പറിൽ, അതായത് നമ്മുടെ LED പാനലിലേക്ക് ടേപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ അതായത് ഒറ്റ ആ PVC കോൺട്രാക്ട് പൈപ്പിൽ തന്നെ എല്ലാ ഭാഗങ്ങളും കാണാവുന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇവിടെ ടാങ്കിന് പകരം ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വെള്ളത്തിൽ നിന്ന് പൈപ്പ് താഴേക്ക് ഇറക്കുമ്പോൾ എല്ലാ LED ലൈറ്റുകളും കത്തുന്ന കാണാം. അതുപോലെ തന്നെ ഉയർത്തുമ്പോൾ ഓരോ LED ബൾബുകളും നമുക്കിവിടെ ഓഫാകുന്നതും ഓണാകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഞാനിപ്പം വെള്ളം കുറയ്ക്കുന്നതിന് പകരം PVC കോൺട്രാക്ട് പൈപ്പാണ് മുകളിലേക്കും താഴേക്കും താക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ സർക്യൂട്ടാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.